യുക്രൈൻ സൈന്യം കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയിൽ നടത്തിയ ആക്രമണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആക്രമണത്തിൽ റഷ്യയുടെ ഒരു മുതിർന്ന ജനറലും 500ഓളം ഉത്തര കൊറിയൻ സൈനികരും കൊല്ലപ്പെട്ടു എന്നാണ് വാർത്തകൾ. റഷ്യ യുദ്ധത്തിൽ സഹായിക്കാൻ ഉത്തര കൊറിയ അയച്ച സൈനികരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആക്രമണം നടന്നത്. റഷ്യൻ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ജനറൽ വലേറി സൊലോവ്ചക് ആണ് കൊല്ലപ്പെട്ടത്. കൂടാതെ റഷ്യയുടെ 18ഓളം സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഉത്തര കൊറിയൻ സൈന്യത്തിൻ്റെ ഒരു ജനറലിനും ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. റഷ്യയുമായി നടക്കുന്ന യുദ്ധത്തിൽ യുക്രൈൻ ഇതാദ്യമായിട്ടാണ് ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ പ്രയോഗിക്കുന്നത്. ആക്രമണത്തിൽ ഒരു കമാൻഡ് പോസ്റ്റ് ഉൾപ്പെടെയുള്ള സൈനിക സംവിധാനങ്ങൾ തകർന്നതായും റഷ്യയിൽ കനത്ത നാശനഷ്ടമുണ്ടായതായും പറയപ്പെടുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് യാതൊരു വിശദീകരണവും ഇനിയും ഉണ്ടായിട്ടില്ല. റിപ്പോർട്ടുകൾ സത്യമാണെങ്കിൽ അത് റഷ്യയ്ക്കും കൊറിയയ്ക്കും അങ്ങേയറ്റം വലിയൊരു തിരിച്ചടിയാണ്. റഷ്യയിലെ കുർസ്ക് മേഖലയിലെ ഒരു ഭൂഗർഭ സൈനിക കേന്ദ്രത്തിന് നേർക്കാണ് യുക്രൈൻ ബ്രിട്ടീഷ് നിർമ്മിത മിസൈലുകൾ പ്രയോഗിച്ചത്. മിസൈൽ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യുക്രൈൻ്റെ ആക്രമണത്തിൻ്റെ തൊട്ട് പിന്നാലെ റഷ്യ കനത്ത തിരിച്ചടി നൽകിയതായി അവകാശപ്പെട്ടിരുന്നു. ഡിനിപ്രോ മേഖലയിൽ തങ്ങൾ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് റഷ്യൻ സൈന്യം വ്യക്തമാക്കിയത്. വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് റഷ്യ താക്കീത് നൽകിയതും ഈ സാഹചര്യത്തിലാണ്. റഷ്യയുടെ ആണവ നയത്തിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കൈക്കൊണ്ടതും ഇതിനെ തുടർന്നാണ്.